കഴിഞ്ഞ ദിവസം രാവിലെ തിരുനെൽവേലിക്ക് നല്ല മഴയുള്ള ദിവസം തമിഴ്നാട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ മഴ കാണത്തില്ല എന്നുള്ള ആഗ്രഹത്തോടാണ് പോയത്. പക്ഷേ എങ്കിൽ അങ്ങനെയല്ലായിരുന്നു. മഴ നല്ലോണം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ കോട്ടവാസലിൽ ചെന്നപ്പോൾ തന്നെ തമിഴ്നാട് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല പച്ചപ്പ് വിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സാധാരണ ഇങ്ങനെ കാണാൻ സാധിക്കത്തില്ല, മൺസൂൺ ആയതുകൊണ്ടാണ്. അതേപോലെ പാടശേഖരത്തെ കാറ്റ്, ഈ സഹ്യപർവ്വതത്തിൻ്റെ കീഴിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വരുന്ന ഈ കാറ്റ് നമുക്ക് അനുഭവിക്കാനും നല്ല രസമാണ്. അതേപോലെ അടിച്ച ചായയും നല്ല മുരിഞ്ഞ ഉഴുന്ന് വടയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. തമിഴ്നാടിൻ്റെ ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ തിരുനെൽവേലിയിലേക്ക് പോകുന്ന വഴി ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ തിരുനെൽവേലിയിലെ അരവിന്ദ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. ഇത് ഐ കെയറിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ കണ്ണ് കാണിക്കാനൊക്കെ പറ്റും. എനിക്ക് കൺസൾട്ടേഷൻ ചാർജിന് വന്നത് 100 ആണ്. ഐ ടെസ്റ്റിങ്ങിനാണ് ഞാൻ പോയത്. അതേപോലെ ഒരു 3 മണിക്കൂർ നമ്മുടെ കണ്ണിൽ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നൊഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളവിടെ ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഇല്ലാത്തവർക്ക് പെട്ടെന്ന് വരാം. മറ്റ് ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും വളരെ നല്ലതാണ്. അവിടുത്തെ ക്യാൻറ്റീൻ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ശരവണ ഭവനിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്നിട്ട് നല്ലൊരു മീൽസ് കഴിച്ചു. ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല മീൽസ് കിട്ടി. അതിൻ്റെ മീൽസിൻ്റെ കൂടെ അവർ സൂപ്പ് തന്നു. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരക്കുഴമ്പും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലെ പെട്രോളിൻ്റെ വില ഇപ്പോൾ 101 രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചു. അപ്പം വിലക്കുറവുണ്ട്. തമിഴ്നാടിൻ്റെ റോഡുകളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും വീണ്ടും കൺജസ്റ്റഡ് ആണ്. അതേപോലെ ഒരു ബാദുഷയും ഒരു കോക്കനട്ടിൻ്റെ ഒരു കേക്കും വാങ്ങി കഴിച്ചു. അതും നല്ല രുചിയുണ്ടായിരുന്നു. അതേപോലെ ഈ അലുവയും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. അവിടെ കിട്ടുന്നതിൽ ഏറ്റവും മികച്ചൊരു അലുവയാണ് ഈ ഗോതമ്പിൻ്റെ അലുവ. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് കേരളത്തിലേക്ക്, നമ്മുടെ മഴമേഘങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ വന്നു. വളരെ നല്ല ഒരു അനുഭൂതിയാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് നമുക്ക് വരുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും പോവുക, എൻജോയ് ചെയ്യുക.